രണ്ട് പെൻ വെച്ച് എഴുതി നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ രണ്ട് കയ്യിലും പെന്ന് പിടിച്ച് എഴുതുന്ന കാര്യമല്ല, പകരം രണ്ട് കളർ പെൻ യൂസ് ചെയ്ത് എഴുതുന്ന കാര്യമാണ്. ഈ ഒരു ട്രിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇതൊരു റെഗുലർ നോട്ടാണ്, എന്നാൽ ഇതങ്ങനെയാണോ? ഈ രണ്ട് പേപ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സിനേക്കാളും ഡിഫറൻസ് മാത്രമാണ്. ഇത്തരത്തിൽ മറ്റൊരു കളർ യൂസ് ചെയ്ത് മെയിൻ പോയിന്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ ഇമ്പോർട്ടന്റ് ആക്കി എടുക്കുകയും റിവൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആ ഒരു കളറിലേക്ക് ഓട്ടോമാറ്റിക്കലി കൊടുക്കുകയും ചെയ്യും. ഇതിന്റെ പുറകിൽ രണ്ട് സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്: സെലക്റ്റീവ് അറ്റൻഷനും വിഷ്വൽ എൻകോഡിങ്ങും. വിഷ്വലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഫിനോമിനയാണ് സെലക്റ്റീവ് അറ്റൻഷൻ. അതുപോലെ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വിഷ്വൽ കോർട്ടക്സിലെ ആക്ടിവേഷൻ കൂടുകയും മെമ്മറി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഫിനോമിനയാണ് വിഷ്വൽ എൻകോഡിംഗ്. സോ ഇത്തരത്തിൽ ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്താൽ പിന്നീട് റിവിഷൻ സമയത്ത് നോയ്സ് കുറയ്ക്കാനും ഫോക്കസ് കൂട്ടാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും വർക്ക് ചെയ്യേണ്ടതാണ്. ഇതുപോലെ കൂടുതൽ ട്രിക്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.